ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ പല ഒച്ചകളും ഉണ്ട്, കാരണം എല്ലാവരും നോമ്പ് തുറക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കുറേ വീസിൽ അവിടെ കൂക്കുണ്ട്, ഇവിടെ കൂക്കുണ്ട്, പിന്നെ കുറേ ഫാൻ്റെ ഒച്ച ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ പറയില്ല. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 2 ഫാനുണ്ട്, ഒരു ഫാനുള്ളിൽ ഇട്ടിട്ട് ആ ഫാനും കൂടി ഇല്ലെങ്കിൽ ആകെ ചൂടെടുക്കും, കുഴങ്ങും. അപ്പോൾ എല്ലാവരും നോമ്പെടുത്ത് കുഴങ്ങി ക്ഷീണിച്ചിരിക്കുമായിരിക്കും. ഇവിടെ എല്ലാവർക്കും നോമ്പാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, കുക്കറിൽ വെച്ചാൽ കേൾക്കുന്നുണ്ട് വിശ്വസിക്കണം. കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെ ഭാഗ്യം. അപ്പോൾ ഞാനിന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകണം മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ്, കുറച്ച് മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കുറേ ഞാൻ ഈ ഒരു ബോക്സിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു ബോക്സിലാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ കണകുണ സാധനങ്ങളും കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ല. ഒക്കെ ഞാൻ അതേപോലെ എടുത്ത് കാണിച്ചു തരിക ചെയ്യുന്നത്. പിന്നെ കുറേ സ്കിൻ കെയർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഷെൽഫിൽ വെച്ചിരിക്കുന്നത്, അങ്ങനെയാണ് എടുത്ത് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയർ തന്നെ തുടങ്ങാം. ബോക്സിലേക്ക് പോകണ മുന്നേ ഈ ഒരു ബോക്സാണ് ഇപ്പോൾ കാണിച്ചത്. ഈ ഒരു ബോക്സാണ്. ഈ ബോക്സിലേക്ക് പോകണ മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് കാണിച്ചു തരാം. സ്കിൻ കെയർ ആയിട്ട് ഇതാണ് മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു മോയ്സ്ചറൈസർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2ാമത്തെ 3ാമത്തെ ബോട്ടിലാണിത്. ഒരു ബോട്ടിൽ അവിടെ ഉണ്ടായി, ഞാൻ മുറിച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ ഉള്ളിൽ കുറേ ഉണ്ട്, അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. പിന്നെ അറിയണത് സൺസ്ക്രീനാണ്. ഇതാണ് സൺസ്ക്രീന്, നാച്ചുറൽസിൻ്റെ. ഇതിന് മുന്നേ ഞാൻ അക്വലോജിക്കയുടെ ഒരു സൺസ്ക്രീനാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് നല്ലതാണ്, ഞാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പൗഡർ. ഞാൻ കോമ്പാക്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും യൂസ് ചെയ്യലില്ല. അങ്ങനെ പൗഡർ തന്നെ യൂസ് ചെയ്യൽ, അത്രേ ഉള്ളൂ. അപ്പോൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യലില്ല. കോമ്പാക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം കുരു വരുന്നുണ്ട്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യണില്ല. പിന്നെ ഇത് ഒരു ലോഷനാണ്, പെർഫ്യൂം, ബോഡി ലോഷനാണ്, പെർഫ്യൂം ടൈപ്പ്. നല്ല മണം ഉണ്ടാവും, നല്ല മണമുള്ള ഒരു ലോഷനാണ്. ഇതിൻ്റെതല്ല, ഞാൻ സനാൻ്റെ അടുത്ത് നിന്ന് അടിച്ചു, സന മമ്മാൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഞാൻ സനാൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി. അങ്ങനെ ഇതൊക്കെ മാറ്റി വെക്കട്ടെ കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു മറ്റേ സ്ട്രോപ്പ് ക്രീമാണ്, എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഞാൻ പൊട്ടിച്ചിട്ടില്ല, അത് പുതിയതാണ്. കണ്ടോ പുതിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു സിറം, ലിപ് ബാം. ഇതൊരു ലിപ് ബാം, 2 ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു കളർ വരുന്ന ടൈപ്പാണ്. ഇത് കളറൊന്നുമില്ല, ഇത് ചെറിയൊരു മണമുണ്ട്. ഇത് കളറൊന്നും ഇല്ലാത്ത, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ള് കാലിയാണ്. എന്നാലും ഞാൻ തോണ്ടി തേക്കലുണ്ട്. പിന്നെ ഇത് ഐലൈനർ. ഈ ഐലൈനർ യൂസ് ചെയ്യലുണ്ട്, ഇത് യൂസ് ചെയ്യലുണ്ട്. ഇത് രണ്ടും കുഴപ്പമില്ല. ഇത് അപ്പോൾ പുതിയത് വാങ്ങിയതാണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നല്ല ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് ഞാനിപ്പോൾ എവിടെ ചോദിച്ചുമ്പോഴും എവിടെ ഇല്ല. ഈ ഒരു ഐലൈനർ സ്റ്റോക്ക് ഔട്ടാണ്. എല്ലാവരുടെയും കടകളിലൊക്കെ ചോദിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നു. ഇതോടൊപ്പം ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് ആ ബോക്സിലുള്ളത് കാണാം. ഇതാണ് ബോക്സ്. ഞാൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ല, ഒക്കെ അതേപോലെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. കാണിച്ചു ഫസ്റ്റ് തന്നെ ഇതാ ബഡ്സ്. സ്കിൻ കെയർ ഒന്നുമല്ല, പക്ഷെ എന്താ അറിയോ, ഇതിൽ ഞാൻ കുറേ എൻ്റെ സാധനങ്ങൾ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഷെൽഫാണ്. ആ ഷെൽഫിൽ ഞാൻ നിങ്ങൾക്ക് റൂം ക്ലീനിങ്ങിൻ്റെ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഷെൽഫാണ്. ആ ഷെൽഫിൽ ബാക്കിൽ കുറേ സാധനങ്ങളും മുന്നിൽ ഒരു ബോക്സിലാണ് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കണത്.
അപ്പോൾ കുറേ എണ്ണം മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇതും ഇട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എഴുതും ബഡ്സൊക്കെ എന്താ മേക്കപ്പ് സാധനത്തിലെന്ന്. അപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ബഡ്സ് ഇതിലെന്ന് ഞാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ അതേപോലെ ഇതാ സ്കെയിലും ഇതിലുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും ആ ബണ്ണ്. ഇതൊക്കെ എനിക്ക് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ട് വെക്കുന്നതാണ്. ഇതാ കുറേ സാധനങ്ങളുണ്ടാവും. പിന്നെ ഇത് മറ്റേ എൻവൈബിൾ തന്നെ എന്താ ഇതിനെ പറയുക, പ്രൈമർ. നമ്മൾ മേക്കപ്പിൻ്റെ മുന്നേ യൂസ് ചെയ്യില്ല പ്രൈമർ, അതാണിത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടുന്ന അപ്പോൾ തുടങ്ങണ്ട അറിയില്ല. ഇത് ഫിറ്റ്മിയുടെ മെബിലൈൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷന്. ഇത് കുറേ മുന്നേ വാങ്ങിയതാണ്. ഇതിപ്പോൾ അല്ലേ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ നോക്കി നോക്കാം കാണുന്നുണ്ടല്ലോ വെള്ളം പോലെ ആയിക്കൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു കട്ടിനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു രസമില്ല. കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിൻ ടോണിന് പറ്റിയതല്ല. ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കറുമ്പിള പോലെയൊക്കെ. അപ്പോൾ ഇത് ഇഷ്ടമല്ല എന്നല്ല, അത് സ്കിൻ ടോണിന് മാച്ച് കളറല്ല, അത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇട്ട് കഴിഞ്ഞാലൊക്കെ വേഗം ബ്ലെൻഡ് ആവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്കിഷ്ടമാണ്. ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 4 ലിപ്സ്റ്റിക്ക് മാൾസിൻ്റെ കോംബോയിൽ കിട്ടിയ ലിപ്സ്റ്റിക്കാണ്. 300 സംതിങ്ങിന് 4 എണ്ണം വരുന്നത്. കണ്ടോ, ഇത് ഞാൻ തുറന്നപ്പോൾ തന്നെ അതിൻ്റെ മേലെ പൊട്ടി. പിന്നെ ഇതൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഡാർഗ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്, പിങ്ക് ഷെയ്ഡ്, ഇത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത്. പിന്നെ ഈ പിങ്കിൻ്റെ സെയിമാണ് ഇത് വരുന്നത്. അതൊക്കെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ കണ്ടോ ഇങ്ങോട്ട് കുറച്ചും കൂടി സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. ഇത് മറ്റേ എന്താ പറയുക, ഇതിനെന്തോ ഒരു സാധനം പറയില്ലേ, നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്കിടെ മിനിറ്റ് നോക്കട്ടെ, വേറൊന്നും അറിയില്ല. കൺസീലർ അത് എഴുതിയിരിക്കണത്. കൺസീലർ സ്റ്റിക്ക് അത് എഴുതിയിരിക്കണത്. ഇതാണ്ടോ അങ്ങനൊരു കൺസീലർ നമ്മൾ കണ്ണിൻ്റെ അടിയിലും മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഇടുന്നത്, മനസ്സിലായോ? ആ സാധനം തന്നെ. പിന്നെ ഇതൊരു ബ്ലഷ് ഇടുന്നത്. പക്ഷെ ഇതില്ലേ സനാൻ്റെ ആയിരുന്നു. ഇത് ഞാനിവിടെ കൊടുന്നേക്ക് പൊടിയായി നിലത്ത് പോയി എന്തോ ചെയ്തു, പൊടിഞ്ഞു പോയി. പക്ഷെ എന്നാലും ഞാൻ ഇതിങ്ങനെ എഴുതിയതാണ് എൻ്റെ പുതിയത്. കണ്ടോ ഇങ്ങനെ എടുക്കണം നമസ്കാരം. പിന്നെ ഇതിൻ്റെ ഹൈബ്രോൻ്റെ സ്പ്യൂളും അങ്ങനെ ഹൈബ്രോ പെൻസിൽ ഉണ്ടാവില്ല ഇവിടെ. ഇത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പുതിയത് വാങ്ങിയത് ഇതാണ്, ബ്ലൂ ഹെവൻ്റെ. അതോ ഇതിങ്ങനെ പൊന്തി വരും. പിന്നെ അതിൻ്റെ ബാക്കിൽ കണ്ടോ, അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കോമ്പ് വരുന്ന ഇങ്ങനെ വരാൻ. അപ്പം അങ്ങനെ. പിന്നെ എൻ്റെ അടുത്ത് 2 ലിപ്പ് ലൈനർ ഉണ്ട്. ഈ ലിപ്പ് ലൈനർ ഇത് പഴയതാണ്. എന്നാലും ഞാൻ പറ്റ കേടാൻ നിൽക്കുമോ, യൂസ് ചെയ്യണമെന്നില്ല. ഇതാണ് യൂസ് ചെയ്യുന്നത്, സ്വിസ് ബ്യൂട്ടിയുടെ. ഇത് ഏതിൻ്റെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. പിന്നെ ഞാൻ ഇതിൽ കുറേ ക്ലിപ്പ് സാധനങ്ങളൊക്കെയാണ്. ഇത് പിന്നെ ഒരു ബ്രഷാണ്, സമയത്തുള്ളൊരു ബ്രഷാണ്. അതിപ്പോൾ യൂസ് ചെയ്യലില്ല. പിന്നെ ഒരു കാജൽ വരുന്നുണ്ട്. ഇത് ഉണ്ടോ, ഡാസ്ലറിൻ്റെ ഒരു കാജലാണ്. ഞാൻ ഇടലൊന്നുമില്ല. പിന്നെ ഇതൊരു ഫേഷ്യൽ റൈസർ, ഇതൊരു 3 എണ്ണം വരുന്ന കാർമസിയുടെ. ഈ CC ക്രീമില്ലേ എനിക്ക് വാങ്ങണ്ടിയിരുന്നില്ല എന്നായി. കാരണമല്ലേ എൻ്റെ ഈ മുഖത്തുള്ള ഈ പാടുകൾ ഒക്കെ ഈ ഒരു സാധനം തേച്ചിട്ട് വന്നതാണ്. ഇതിൻ്റെ ഇതൊക്കെ മാറിയതായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ കല്യാണം ഉണ്ടായിരുന്നു, എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹൽദി ഒരു 2 ദിവസം മുന്നേ, ഹൽദി അല്ല
രംഗോലി ഉണ്ടായിരുന്നു. ആ രംഗോലിക്കാണ് ഞാനിത് ഫസ്റ്റ് ഇടുന്നത്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എഴുതിയിട്ടതാണ്. ഇടേണ്ട ഇതിലാന്നായി. കാരണം എന്താ പറയുക, കല്യാണത്തിന് ഫുള്ള് മുഖത്ത് കുരുവാണ്. 2 ദിവസം മുന്നേക്കായിരുന്നു രംഗോലി ഉണ്ടായിരുന്നത്. അപ്പോൾ മുഖത്ത് ഫുള്ള് കുരു പറഞ്ഞാൽ മുഖത്ത് ഫുള്ള് കുരു. ഇവിടെ ഈ ഒരു കറുത്ത പാട് കണ്ടു. ഇതൊരു വലിയൊരു കുരുവായിരുന്നു. എല്ലാ ഫോട്ടോയിലും നേരെ അറിയുന്നൊരു കുരു. ഞാൻ വേണമെങ്കിൽ സൈഡിൽ നിങ്ങൾക്ക് ഫോട്ടോസ് കൊടുക്കാം. അവിടെ നല്ല കുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ എന്താ അറിയോ, കടയിൽ പോയിട്ട് ഇട്ട് നോക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ പിന്നെ ഫോട്ടോ എഴുതി ഞാൻ, രസമല്ലേ. പിന്നെ 2 കമ്മൽ, പിന്നെ ഇതിലാണ് ലൊട്ടിലൊടക്ക് സാധനങ്ങളാണ് കണ്ടോ. കുറേ പിന്നുകൾ ഒക്കെ തന്നെ. ഇതുമുള്ള വേറെ പ്രത്യേകത പിന്നെ തരണ്ട്. ഇത് 2 മുട്ട് കമ്മലുകൾ, കുഞ്ഞി കമ്മലുകൾ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് സാധനങ്ങൾ. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യൽ. വേറെ എൻ്റെ അടുത്ത് ഒന്നുമില്ല ഞാൻ യൂസ് ചെയ്യല്. പിന്നെ ഞാൻ വീട്ടിൽ പോയാൽ സാധനങ്ങളുടെ അടുത്ത് നമുക്ക് യൂസ് ചെയ്യുന്നത് ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്യുക. വേറെ ഒരു മുഖത്തൊരു സാധനം ഞാൻ തേക്കില്ല. കാരണം ഞാൻ ഈ കുരുകൾ വന്ന് ഇടങ്ങാറാക്കുന്നതുകൊണ്ട് ഞാൻ തേക്കൽ തന്നെയല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.